ലോകരാഷ്ട്രീയത്തിലെ ഏറ്റവും പവർഫുള്ളായ ആ കെമിസ്ട്രി വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. അതെ, നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും. പശ്ചിമേഷ്യയിൽ യുദ്ധമേഘങ്ങൾ ഉരുണ്ടുകൂടുമ്പോൾ, ലോകം മുഴുവൻ ടെൻഷനടിച്ച് നിൽക്കുമ്പോൾ ട്രംപ് നടത്തിയ ആ ഒരു പ്രസ്താവന ഇപ്പോൾ വലിയ തരംഗമായിരിക്കുകയാണ്. കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കാൻ കഴിവുള്ള രണ്ട് വ്യക്തികളാണ് ഞാനും മോദിയും. ട്രംപിന്റെ ഈ വാക്കുകൾ വെറും ഒരു പുകഴ്ത്തലല്ല, മറിച്ച് മാറുന്ന ലോകക്രമത്തിന്റെ വലിയൊരു സൂചനയാണ്. എന്താണ് ഈ പ്രസ്താവനയ്ക്ക് പിന്നിൽ നോക്കാം. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വ്യക്തിപരമായ സൗഹൃദങ്ങളും ഭരണാധികാരികൾ തമ്മിലുള്ള കെമിസ്ട്രിയും പലപ്പോഴും വലിയ നയതന്ത്ര തീരുമാനങ്ങളെ സ്വാധീനിക്കാറുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് നടത്തിയ പരാമർശം ഇത്തരം ഒരു വലിയ ചരിത്രത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കാൻ കഴിവുള്ള രണ്ട് വ്യക്തികളാണ് താനും മോദിയും എന്ന ട്രംപിന്റെ പ്രസ്താവന കേവലം ഒരു പുകഴ്ത്തൽ മാത്രമല്ല, മറിച്ച് വരാനിരിക്കുന്ന ഒരു പുതിയ ആഗോള സമവാക്യത്തിന്റെ സൂചന കൂടിയാണ്. മിക്കവർക്കും സാധിക്കാത്തത് തങ്ങൾ രണ്ടുപേർക്കും സാധിക്കുമെന്ന് ട്രംപ് പറയുമ്പോൾ അത് ലോകമെമ്പാടുമുള്ള നയതന്ത്ര വിദഗ്ധർക്കിടയിൽ വലിയ ചർച്ചകൾക്കാണ് വഴിമരുന്നിടുന്നത്. പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ യുദ്ധമേഘങ്ങൾ ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഈ ആത്മബന്ധത്തിന് വലിയ പ്രാധാന്യമുണ്ട്. രണ്ടാം തവണയും വൈറ്റ് ഹൗസിലെത്തിയ ട്രംപ് തന്റെ വിദേശ നയങ്ങളിൽ കൂടുതൽ വ്യക്തതയും വേഗതയും ആഗ്രഹിക്കുന്ന ഒരാളാണ്. ചുവപ്പ് നാടുകളിൽ കുരുങ്ങിക്കിടക്കുന്ന പരമ്പരാഗത നയതന്ത്രത്തെക്കാൾ പ്രായോഗികവും ഫലപ്രദവുമായ നടപടികളിലാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. സമാനമായ രീതിയിൽ ഇന്ത്യയുടെ ആഗോള പ്രതിച്ഛായ മാറ്റിയെടുക്കുന്നതിൽ മോദിയും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ഹ്യൂസ്റ്റണിലെ ഹൗഡി മോദി മുതൽ അഹമ്മദാബാദിലെ നമസ്തേ ട്രംപ് വരെ നീളുന്ന അവരുടെ സൗഹൃദ ചരിത്രം ഇത് പരിശോധിച്ചാൽ വ്യക്തിപരമായ ഊഷ്മളത എങ്ങനെ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തമായി മാറുന്നുവെന്ന് മനസ്സിലാക്കാം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായ ഈ സന്ദർഭത്തിൽ ഇരു നേതാക്കളും ഫോണിൽ സംസാരിച്ചതും തുടർന്ന് ട്രംപ് ഇത്തരം ഒരു പ്രസ്താവന നടത്തിയതും ശ്രദ്ധേയമാകുന്നത്. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യം അങ്ങേയറ്റം സങ്കീർണമാണ്. ഫെബ്രുവരി 28-ന് ഇറാനിലെ ലക്ഷ്യസ്ഥാനങ്ങൾക്ക് നേരെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്ത ആക്രമണം ഉണ്ടായതോടെ മേഖല ഒരു വലിയ യുദ്ധത്തിന്റെ വക്കിലെത്തിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ആഗോള സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന ഏറ്റവും വലിയ ഘടകം ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷയാണ്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ ഏകദേശം 1/3 ഭാഗവും കടന്നുപോകുന്ന ഈ ഇടുങ്ങിയ ജലപാത തടസ്സപ്പെട്ടാൽ അത് ആഗോളതലത്തിൽ ഇന്ധനവില വർധനവിനും അതുപോലെ സാമ്പത്തിക തകർച്ചയ്ക്കും കാരണമാകും. ഈ വിഷയത്തിലാണ് മോദിയും ട്രംപും തങ്ങളുടെ ചർച്ചകൾ കേന്ദ്രീകരിച്ചത്. സമാധാനം പുനഃസ്ഥാപിക്കേണ്ടതിന്റെ അനിവാര്യത പ്രധാനമന്ത്രി മോദി ഊന്നി പറയുമ്പോൾ അത് ലോകത്തിന് നൽകുന്നത് സമാധാനത്തിന്റെ സന്ദേശമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സംഘർഷം വെറും ഒരു വിദേശകാര്യ വിഷയമല്ല. ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന പശ്ചിമേഷ്യയിലെ സുരക്ഷയും ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങളും ഈ മേഖലയിലെ സമാധാനവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇറാനുമായും ഇസ്രായേലുമായും ഒരേ സമയം നല്ല ബന്ധം പുലർത്തുന്ന ചുരുക്കം രാജ്യങ്ങളിൽ ഒരാളാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഒരു മധ്യസ്ഥന്റെയോ സമാധാന പാലകന്റെയോ റോളിൽ ഇന്ത്യയെ കാണാൻ ലോകം ആഗ്രഹിക്കുന്നു. ട്രംപിന്റെ പ്രസ്താവനയിലൂടെ വ്യക്തമാകുന്നത് അമേരിക്ക ഇന്ത്യയുടെ ഈ സ്വാധീന ശക്തിയെ തിരിച്ചറിയുന്നു എന്നത് തന്നെയാണ്. ബ്യൂറോക്രസിയുടെ തടസ്സങ്ങളില്ലാതെ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന രണ്ട് നേതാക്കൾ ഒത്തുചേരുമ്പോൾ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരം കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. ഇത് കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ട്രംപ് പ്രകടിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ സ്ട്രാറ്റജിക് ഓട്ടോണോമി അഥവാ തന്ത്രപരമായ സ്വയം ഭരണാധികാരം എന്ന ഒരു നയം ഇന്ത്യ വളരെ കൃത്യമായി പാലിക്കുന്നുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധത്തിലായാലും ഇപ്പോഴത്തെ ഇറാൻ വിഷയത്തിലായാലും ഒരു പക്ഷത്തോടും പൂർണ്ണമായി ചേരാതെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ സമാധാനത്തിനായി നിലകൊള്ളാൻ ഇന്ത്യക്ക് സാധിച്ചു. ട്രംപിനെ പോലൊരു നേതാവിന് ഇന്ത്യയുടെ ഈ നിലപാട് പലപ്പോഴും ഗുണകരമാകുന്നുണ്ട്. അമേരിക്കയ്ക്ക് നേരിട്ട് ഇടപെടാൻ കഴിയാത്ത പല സാഹചര്യങ്ങളിലും ഇന്ത്യയുടെ സ്വാധീനം ഉപയോഗപ്പെടുത്താൻ അവർക്ക് കഴിയും. കാര്യങ്ങൾ നടപ്പിലാക്കുന്നവർ എന്ന ട്രംപിന്റെ വിശേഷണവും ഈ ഒരു സഹകരണത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. എങ്കിലും ഈ സൗഹൃദത്തിന് മുന്നിൽ വെല്ലുവിളികൾ ഇല്ലാതില്ല. വ്യാപാര കരാറുകൾ, വിസ നിയന്ത്രണങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഇപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ ഇത്തരം ചെറിയ തടസ്സങ്ങളെ മറികടക്കാൻ ഉന്നത തലത്തിലുള്ള ഈ വ്യക്തിപരമായ ബന്ധം സഹായിക്കുന്നു. ട്രംപിന്റെ ഭരണശൈലി പലപ്പോഴും പ്രവചനാതീതമാണെങ്കിലും മോദിയുമായുള്ള അദ്ദേഹത്തിന്റെ കെമിസ്ട്രി ഒരു സ്ഥിരതയാർന്ന ഘടകമായി നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയെ ഒരു സ്വാഭാവികമായ സഖ്യകക്ഷിയായി കാണാൻ അമേരിക്കയെ പ്രേരിപ്പിക്കുന്നത് ചൈനയുടെ ഏഷ്യയിലെ വളർച്ച കൂടിയാണ്. ഇൻഡോ പസഫിക് മേഖലയിൽ സമാധാനം ഉറപ്പാക്കാൻ ഇന്ത്യയും അമേരിക്കയും ഒന്നിച്ചു നിൽക്കേണ്ടത് ഈ ഒരു കാലഘട്ടത്തിന്റെ തന്നെ ആവശ്യമാണ്. ട്രംപിന്റെ ഈ സന്ദേശം വന്നതോടെ ആഗോള വിപണിയിലും വലിയ മാറ്റങ്ങൾ പ്രകടമാണ്. ഹോർമുസ് കടലിടുക്ക് തുറന്നു തന്നെ ഇരിക്കുമെന്നും ആഗോള എണ്ണ വിതരണം തടസ്സപ്പെടില്ല എന്നും ഉറപ്പാക്കാൻ മോദിയും ട്രംപും തമ്മിലുള്ള ധാരണ സഹായിക്കുമെന്ന് വിപണി നിരീക്ഷകർ കരുതുന്നുണ്ട്. ഇത് വെറും ഒരു സാമ്പത്തിക വിഷയമല്ല, മറിച്ച് ദശലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പശ്ചിമേഷ്യയിലെ സമാധാനം അത്യന്താപേക്ഷിതമാണ്. കാരണം അവിടെ ജോലി ചെയ്യുന്ന ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ സുരക്ഷ
നമ്മുടെ വലിയൊരു കൺസേൺ ആണ്. ചുരുക്കത്തിൽ ട്രംപിന്റെ ഈ ഒരു സർപ്രൈസ് ആയിട്ടുള്ള പുകഴ്ത്തൽ ഇന്ത്യ അമേരിക്ക ബന്ധത്തിന്റെ ഒരു പുതിയ അധ്യായമാണ് തുറക്കുന്നത്. പഴയകാലത്തെ നയതന്ത്ര കുരുക്കുകളെക്കാൾ നേതാക്കൾ തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധം വലിയ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ലോകം നേരിടുന്ന വലിയ പ്രതിസന്ധികളിൽ മൗനം പാലിക്കാതെ സജീവമായി ഇടപെടാനും സമാധാനപരമായ പരിഹാരങ്ങൾ കണ്ടെത്താനും ഇന്ത്യക്ക് സാധിക്കുമെന്ന ബോധ്യം ട്രംപിന്റെ വാക്കുകളിലുണ്ട്. ഈ മോദി ട്രംപ് ഈറ പശ്ചിമേഷ്യയിലെ തീ അണയ്ക്കാൻ എത്രത്തോളം സഹായിക്കുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.